ഈ ആയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിസ്കരിച്ചതിന് ശേഷം അവിടെ ചുമരിൽ ഏറ്റവും ചുരുങ്ങി കയ്യിൻ്റെ വിരലുകൊണ്ടെങ്കിലും എഴുതാൻ പറ്റുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ചൊല്ലിയെങ്കിൽ യാത്ര സുരക്ഷിതനായി തിരിച്ചു വരാൻ കഴിയുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണുന്നു. നിങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ച ആ അല്ലാഹു തആല നിങ്ങളെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ആയത്തിൽ ഒരു തഫ്സീർ പ്രകാരം ഇലാ മക്ക എന്നാണ്. നിങ്ങളെ മക്കയിലേക്ക് തന്നെ അള്ളാഹു നിങ്ങളെ കൊണ്ടുവരും. നബിക്കത് വലിയ ഒരു ആശ്വാസം നൽകിയ വചനമായിരുന്നു ആ സമയത്ത്. അതല്ല പാലിച്ചു. പിന്നീട് മക്ക ഫത്ഹായി നബികൾ തിരിച്ച് മക്കയിൽ തന്നെ വരികയും ചെയ്തു. മറ്റൊന്ന് അവിടെ സ്വർഗത്തിലേക്കുള്ള മടക്കത്തെ പറ്റിയാണ് എന്നാണ് മറ്റൊരു തഫ്സീറുള്ളത്. ഇലാ മആദ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വരാം എന്നുള്ളതാണ് റബ്ബ് അവിടെ നൽകുന്നത്. മൗത്ത് മരണമെന്നാണ്. ദുനിയാവൊക്കെ അവസാനിച്ച് റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങി വരും എന്നതാണ് എന്നൊരു തഫ്സീറുമുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് വീണ്ടും പറയുന്നു വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ ഹജ്ജിന് വേണ്ട പാതയങ്ങൾ നിങ്ങൾ തയ്യാറാക്കണം. പാതയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായിട്ടുള്ള പാതയം എന്നുള്ളത് അത് തഖ്വയാകുന്നു എന്ന് അള്ളാഹ് പ്രത്യേകം പറയുകയും ഉണ്ടായി. ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന മാസം ദുൽഖഅദ മാസമാണ്. ഈ ദുൽഖഅദ മാസം എന്നത് അള്ളാഹ് പവിത്രമാക്കിയതും അതുപോലെ തന്നെ ഹജ്ജിൻ്റെ മാസവും കൂടിയാണ്. അപ്പോൾ ഈ ഹജ്ജിൻ്റെ മാസത്തിൽ ഹജ്ജിനുള്ള യാത്ര പുറപ്പെട്ടവരുണ്ട്, പുറപ്പെടാൻ കാത്തിരിക്കുന്നവരുണ്ട്, തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഹജ്ജിന് അവസരം കിട്ടിയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ മബ്റൂറായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ആമീൻ. ഇനി ഈ ഹജ്ജിന് പോകുന്നവരോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്. എന്തൊക്കെയാണ് ഒരു ഹജ്ജിന് പോകുന്ന വ്യക്തി എന്ന നിലയ്ക്ക് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്? ഹജ്ജ് എന്നത് ഇസ്ലാമിക പഞ്ചകർമ്മങ്ങളിൽ 5ാമത്തെ കാര്യമാണ്. ഹജ്ജിന് പോകാൻ കഴിവുള്ള ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യൽ നിർബന്ധമാണെന്ന് നമുക്കെല്ലാവരും അറിയാം. അള്ളാഹു എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹജ്ജ് എന്ന് പറയുമ്പോൾ ധാരാളം, ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം പണവും അതുപോലെ തന്നെ മറ്റുമൊക്കെ ചിലവായിക്കൊണ്ടാണ് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ എത്ര പണം നമ്മൾ ചിലവഴിച്ചാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ ചിലവഴിക്കുന്ന പണമൊന്നും ഒന്നുമല്ല എന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകാറുള്ളത്. അത്തരം ഘട്ടത്തിൽ ഒരു വീഴ്ച പോലും സംഭവിക്കാതെ സമ്പൂർണ്ണമായി ഹജ്ജ് ചെയ്യാൻ സാധിക്കുക, അതിനുവേണ്ടി അത് പഠിച്ച് മനസ്സിലാക്കി ഒരുങ്ങി തയ്യാറായി പോകുക എന്ന് തന്നെയാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ, അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് വമാ തഫഅലു മിൻ ഖൈറിൻ യഅലമുഹുല്ലാഹ് വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ഹജ്ജ് എന്നത് അത് അറിയപ്പെട്ട ഒരു കാലഘട്ടമാകുന്നു. ആ മാസങ്ങളിലാകുന്നത് ചെയ്യാനുള്ളത്. അങ്ങനെ ആർക്കെങ്കിലും ഹജ്ജ് നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നീട് ആ ഹജ്ജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അല്ലാഹ് പറഞ്ഞു ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാൽ. അതിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസർഗം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ദുർവൃത്തിയോ വഴക്കുകളോ ഒന്നും ഹജ്ജിൻ്റെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹ് വീണ്ടും പറയുന്നു വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ ഹജ്ജിന് വേണ്ട പാതയങ്ങൾ നിങ്ങൾ തയ്യാറാക്കണം. പാതയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായിട്ടുള്ള പാതയം എന്നുള്ളത് അത് തഖ്വയാകുന്നു എന്ന് അല്ലാഹ് പ്രത്യേകം പറയുകയും ഉണ്ടായി. അതുകൊണ്ട് വത്തഖൂനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുവീൻ എന്ന് അല്ലാഹ് പറയുമ്പോൾ ഒരു ഹാജിയുടെ മനസ്സ് എന്തായിരിക്കണം എന്നത് ഇതിൽ നിന്ന് തന്നെ കൃത്യമാണ്. ഒരിക്കലും ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു ലൈംഗിക ബന്ധത്തിനെ കുറിച്ചുള്ള ചിന്ത പോലും ഹജ്ജിനിടയിൽ പാടില്ല എന്ന് പറഞ്ഞു. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വിവാഹാന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പറഞ്ഞ കാര്യം വലാ ഫുസൂഖ, തമ്മാടിത്തരങ്ങൾ, ദുർവൃത്തികൾ ഒന്നും പറ്റില്ല. വലാ ജിദാൽ, ഇതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ അഥവാ വഴക്ക് ഉണ്ടാകുക, അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഹജ്ജിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ഒരേ റൂമിൽ ഒരേ സമയത്ത് ഒരുമിച്ച് കൂടി അങ്ങനെ ജീവിച്ചു പോരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായങ്ങളൊക്കെ നടക്കുമ്പോൾ അപ്പോഴേക്കാരം നിങ്ങൾക്ക് വീട്ടിലാരൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്ക് 2 ആൺകുട്ടികളുണ്ട്, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, എന്നാൽ പിന്നെ നമ്മൾ ഓല അങ്ങോട്ട് ഉറപ്പിച്ചാൽ ഈ ബന്ധം എങ്ങനെ നിന്നോളൂ. അങ്ങനത്തെ സംഭവങ്ങളൊന്നും
ചർച്ച പോലും ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടമാണ് ഹജ്ജിൻ്റെ ഘട്ടം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്ത സ്വഭാവക്കാരും ദേശക്കാരും ഒക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ നമുക്കിഷ്ടമില്ലാത്ത പല കാഴ്ചകളും നമുക്കിഷ്ടമില്ലാത്ത പല അനുഭവങ്ങളും ഉണ്ടായി വരും. ഇപ്പോൾ യാത്ര തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഉണ്ടായി വരും. ചിലപ്പോൾ വിമാനം ചെന്നിറങ്ങി എമിഗ്രേഷൻ്റെ കൗണ്ടറിലെത്തുമ്പോഴേക്കാരോ ആ ഓഫീസർ അവിടെ നിന്നാണ് എണീറ്റ് പോവുക. അപ്പോൾ പിന്നെ മണിക്കൂറോളം ചിലപ്പോൾ അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ അവിടെ ക്ഷമ എത്ര വേണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെതിരിൽ എന്തെങ്കിലും ഒന്ന് പറയുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സത്യത്തിൽ ആ വലാജിദാൽ എന്ന് പറയുന്ന ഭാഗം നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ മഹരിമീങ്ങളായിക്കൊണ്ട് ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ചവർ അല്ലെങ്കിൽ ഉംറയ്ക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചവരായിക്കൊണ്ടാണ് പലപ്പോഴും എന്താക്കാറുള്ളത്, യാത്രയിൽ ഉണ്ടാകാറുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഹജ്ജിനെ ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മെ പരീക്ഷിച്ചറിയുവാൻ വേണ്ടി തന്നെ അള്ളാഹു സംവിധാനിക്കുന്ന സംവിധാനങ്ങളായി കണ്ട് അവിടെയൊക്കെ വളരെ തഖ്വയോടുകൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നീട് ഇപ്പോൾ ഹജ്ജ് കർമ്മത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ മക്കയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ പല രൂപത്തിലുള്ള ഖുറാഫാത്തുകളും അന്ധവിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തികൾ സ്വകാര്യമായി ചെയ്യുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെയുള്ള ചിന്തകളിൽ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ റൂമിലൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ തൗഹീദിനെ സ്ഥാപിക്കാനും അതിനുവേണ്ടി പണിയെടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഓർമ്മകളാണ് പല ഭാഗങ്ങളിലും ഹജ്ജിലുള്ളത്. ആ തൗഹീദിനെ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് ഹജ്ജ് ചെയ്യാൻ പോയിട്ട് തനിച്ച ഷിർക്കൻ പരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ട് ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെടുത്തിക്കൊണ്ട് വരുന്ന ആളുകളൊക്കെ കാണാൻ കഴിയും. അവിടെ പോയിട്ടും ഷിർക്കൻ വരികളുള്ള മൗലിദ് വരികളും അതുപോലെ തന്നെ റാത്തീബുകളൊക്കെ പാടി അങ്ങനെ കൂടുന്ന, അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒക്കെ അവസരങ്ങൾ പല ആളുകളിലും നമുക്ക് കാണാൻ കഴിയും. അതൊരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഹാജിയുടെ ജീവിതത്തിൽ എന്നല്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും എവിടെ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങൾ എന്താക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹജ്ജിൻ്റെ കർമ്മങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നാൽ മാത്രമല്ല, ഖുദു അന്നി മനാസിക്കക്കും, എന്നിൽ നിന്ന് നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെ സ്വീകരിക്കുക എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നബി എങ്ങനെയാണോ ഹജ്ജ് ചെയ്തത് അത് അതുപോലെ നമ്മൾ പഠിച്ച് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. ഇപ്പോൾ ഹജ്ജ് എന്ന് പറയുമ്പോൾ പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിസ്കാരം പഠിക്കണം അത്ര പണിയില്ല. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ നോക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്നതിന് മുമ്പ് ഒളു എടുക്കുന്നത് മുതൽ പഠിച്ചു വന്ന് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് സലാം വീട്ടുന്നതിനിടയ്ക്ക് ഓരോ റുക്കനുകളിലും ചൊല്ലേണ്ടതായ പ്രാർത്ഥനകൾ, നിസ്കാരത്തിൻ്റെ അർക്കാനുകൾ, വാജിബാത്തുകൾ, അതുപോലെ ഷുറൂത്തുകൾ, സുനനുകൾ, ഇതൊക്കെ പഠിച്ചിട്ട് വേണം എന്താക്കാൻ. ഇതിലൊക്കെ പലതും കാണാതെ പഠിക്കാനുള്ള ദിക്റുകളുണ്ട്, കാണാതെ പഠിക്കാനുള്ള ചൊല്ലേണ്ട പ്രാർത്ഥനകളുണ്ട്, അതൊക്കെ പഠിക്കണം. ഹജ്ജിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു പ്രാർത്ഥന ഒന്നും കാണാതെ പഠിക്കാനില്ല. ദുൽഹജ്ജ് 8-ൻ്റെ അന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു, നേരെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അവിടെ തുടങ്ങുന്നു, പിന്നെ മുസ്ദലിഫയിലേക്ക് നീങ്ങി മിനായിലേക്ക് നീങ്ങി, പിന്നെ അവിടുന്ന് അങ്ങോട്ട് അറഫയിലും, പിന്നെ അവിടെ പ്രാർത്ഥനകളാണ്. നമുക്കെന്തെല്ലാം പടച്ചവനോട് പ്രാർത്ഥിക്കാനുണ്ട്, ആ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടിയെടുത്ത് പോരുക എന്നുള്ളത് തന്നെയാണ്. തവാഫിൽ പ്രത്യേക പ്രാർത്ഥനകളില്ല. ആകെ റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടയിലുള്ള ഭാഗത്ത് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു പ്രാർത്ഥന എന്നുള്ള നിലക്ക് പിന്നെ വന്നിട്ടുള്ള സഈൻ്റെ തുടക്ക ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന് പറയുന്നൊരു പ്രാർത്ഥന. ഇത് മാത്രമല്ല, ഇതിപ്പോൾ അവസാനം പറഞ്ഞ ഒരു 3 വരികൾ മാത്രമേ ചിലപ്പോൾ എന്തുണ്ടാവുള്ളൂ. ആളുകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു പദപ്രയോഗമായിട്ടുണ്ടാവുള്ളൂ. മറ്റുള്ളത് എല്ലാ സമയത്തും നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് വേണ്ടിയും നമ്മോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി വസിയ്യത്ത് ചെയ്ത ആളുകൾക്ക് വേണ്ടിയും ലോകത്തുള്ള പൊതുവിശ്വാസികൾക്ക് വേണ്ടിയും ഒക്കെ ഒന്നിച്ച് പ്രാർത്ഥനകളും കാര്യങ്ങളും മാത്രമേ ഈ ഹജ്ജിൻ്റെ കർമ്മത്തിനുള്ളൂ. അപ്പോൾ ആ നിലക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് മദീന സിയാറത്തിന് പ്രത്യേകിച്ച് ഹജ്ജിൽ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഹജ്ജിൻ്റെ കർമ്മങ്ങളുടെ ഭാഗമേ അല്ല. 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യരുത് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ സൗദി അറേബ്യയിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമാണ്, മക്കയിൽ വന്നു 1 ലക്ഷം കൂലിയുള്ള, ബാക്കി പള്ളികളെ അപേക്ഷിച്ച് 1 ലക്ഷം കൂലിയുള്ള പള്ളിയായ മസ്ജിദുൽ ഹറമിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമാണ് നമ്മൾ അവിടെ വെച്ച് എത്ര കണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുമോ സമയം അത്രയും അങ്ങനെ തന്നെ എന്താക്കാൻ ശ്രമിക്കുക, സുന്നത്ത് നിസ്കാരങ്ങളിലും മറ്റു ഇബാദത്തുകളിലായിട്ട് കൂടാൻ നോക്കുക. അത് കഴിഞ്ഞ്
മദീനയിലേക്ക് പോകാൻ അവസരം കിട്ടുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ നേരെ മദീനയിലേക്കായിരിക്കും പോവുക, ചില ആളുകൾ നേരെ മക്കയിലേക്കാണ്. എപ്പോഴാണെങ്കിലും മദീനയിലേക്ക് പോകാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഉദ്ദേശം പലപ്പോഴും നമ്മുടെ നാടുകളിൽ നിന്ന് പോകുന്ന ഹാജിമാരോട് ആളുകൾ പറഞ്ഞു കൊടുക്കാറുള്ള നബിയുടെ ഖബർ സന്ദർശിക്കുക, അതായത് ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ ഭാഗമാണ്, നബിയുടെ ഖബർ സന്ദർശിക്കാത്തവൻ്റെ ഹജ്ജ് ശരിയല്ല എന്ന് പോലും പറയുന്ന ആളുകളുണ്ട്. നബിയുടെ ഖബർ സന്ദർശനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിലേക്ക് യാത്ര ചെയ്യാൻ തന്നെ പാടില്ല. കാരണം പ്രത്യേകം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളി ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. അപ്പോൾ മദീന മസ്ജിദ് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പോകുന്നു. അതുപോലെ തന്നെ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ള നബിയുടെ മിമ്പറിൻ്റെയും വീടിൻ്റെയും ഇടയിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടുമെങ്കിൽ ആ അവസരത്തെ ഉപയോഗപ്പെടുത്തി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിലനിൽക്കുന്ന ഹുജറയുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നബിയോട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, കാരണം അവിടെ അപ്പോഴാണ് ആ സിയാറത്തുള്ളത്. അല്ലാതെ ആ സിയാറത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്തിൽ എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടൊരു യാത്ര, അങ്ങനെ യാത്ര ചെയ്യാന്നുള്ളൊരു ബിദ്അത്താണ്. ഒരിക്കലും എന്തല്ല മതത്തിൽ അതിന് പ്രാമാണികമായ തെളിവുകളൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പലപ്പോഴും എന്താവും, ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ നമ്മൾ റസൂലുള്ളാഹിൻ്റെ ഖബർ സന്ദർശിക്കാൻ പോവുകയാണ്, അപ്പോൾ അതുകൊണ്ട് 10 സ്വലാത്ത് ഏറെ ചെല്ല എന്നൊക്കെ പറഞ്ഞ കണ്ടൊക്കെ എന്താക്കും, വണ്ടിയിലേക്ക് ആളെ കയറ്റിന് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ അവസ്ഥകളുണ്ട് ഈ വിഷയത്തിൽ. അപ്പോൾ അതെന്താക്കണം, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മദീനത്ത് പോകുമ്പോഴുള്ള ലക്ഷ്യം എന്താണ്? മസ്ജിദ് നബവി സന്ദർശിക്കുക. ആ മസ്ജിദ് നബവിയിൽ വെച്ചിട്ട് എന്താ എത്ര കണ്ട് നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങളും മറ്റും വർദ്ധിപ്പിക്കുവാൻ പറ്റുമോ അങ്ങനത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമാണ് മദീനത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഉഹുദും അതുപോലെ തന്നെ ഖന്തക്കും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ എന്താകും, യാത്ര ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അവിടെയും ചെന്ന് ഉഹുദീങ്ങളോടും ഖന്തക്കീങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ ദീനിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ ഓർത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു ദീനിന് വേണ്ടി. അവർ സ്വന്തം ജീവനും ജീവിതമൊക്കെ നൽകിയ ആ ഒരു ഭൂമിയിൽ ചെന്നിട്ടും കൃത്യമായി ദീന് അനുസരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ പോലുള്ള തൗഫീക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ നഷ്ടം വേറെ ദുനിയാവിൽ വരാനുള്ളത്. അപ്പോൾ ആ നിലക്ക് എന്താണ് ഇത്തരം സ്വഹാബത്തിൻ്റെ ഖബറുകൾ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ സാധാരണ ഒരു ഖബർ സന്ദർശന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖുൻ അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു മരണചിന്തയും പരലോക ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാക്കി തിരിച്ചു വരുന്നൊരു രീതി, അതിലങ്ങപ്പുറത്ത് അവിടെ ഒന്നും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനൊന്നുമില്ല. അതുപോലെ തന്നെ അപ്പം അത്തരം കാര്യങ്ങളാണ് നമ്മൾ ആ വിഷയത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പരിപൂർണമായി ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഭാര്യ ഹാജറും ഒക്കെ ആ രംഗത്ത് സഹിച്ച ത്യാഗങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമൊക്കെ ഈ ദീനിനെ വളർത്തിക്കൊണ്ടുവരുവാൻ അവർ സഹിച്ച ത്യാഗങ്ങളും വേദനകളും തിരിച്ചറിഞ്ഞ് ആ ദീനിനെ സമ്പൂർണ്ണമായി ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ്. അങ്ങനെ ഉൾക്കൊണ്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം എങ്ങനെയായിരുന്നു, ഏടുകളുണ്ടായിരുന്നു, അതുപോലെ പരിശുദ്ധമായി കൊണ്ട് തിരിച്ചു വരാനുള്ള തൗഫീക്ക് അള്ളാഹു അവർക്ക് പ്രാധാന്യം ചെയ്യും എന്ന് തന്നെയാണ്. അങ്ങനെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ആ ഒരു രൂപത്തിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജുകൾ ചെയ്ത് തിരിച്ചു വരാനുള്ള തൗഫീക്കും സൗഭാഗ്യം നൽകട്ടെ എന്ന് മാത്രമാണ് ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇസ്ലാമിൻ്റെ റുക്നുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട റുക്നാണ് ഹജ്ജ് എന്നത്. അപ്പോൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഷബീബ് സലഹി അവർ ഇവിടെ ഉണർത്തി, അതിൻ്റെ ശ്രേഷ്ഠതകളും നമുക്ക് ചിലത് പറഞ്ഞു തന്നു. എന്നാൽ സമൂഹത്തിൽ നമ്മുടെ ഉസ്താദുമാർ, പൗരോഹിത്യം, അവർ എക്കാലഘട്ടത്തിലും ദീനിനെ രണ്ടാമത്തെ ഒരു അവസ്ഥയിലേക്ക്, അതായത് ശരിയായ വശം പഠിപ്പിക്കുന്നതിന് പകരം അത് പഠിപ്പിക്കുന്നതോടൊപ്പം മറ്റു ചില വശങ്ങൾ കൂടി അവർ ആത്മീയ ചൂഷണങ്ങൾ നടത്താനും മറ്റു മാർഗങ്ങൾ, പുത്തൻ ആചാരങ്ങൾ കടത്തിക്കൂട്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജ് ക്യാമ്പിൽ നടത്തിയ ഒരു സംസാരം, ഒരു ഉസ്താദ് ഹജ്ജിന് യാത്ര പുറപ്പെടുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കേൾക്കാം. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മഅദ്. സൂറത്തുൽ ഖസസ് 85-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിസ്കരിച്ചതിന് ശേഷം അവിടെ ചുമരിൽ ഏറ്റവും ചുരുങ്ങി കയ്യിൻ്റെ വിരലുകൊണ്ടെങ്കിലും എഴുതാൻ പറ്റുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ചൊല്ലിയെങ്കിൽ
യാത്ര സുരക്ഷിതനായി തിരിച്ചു വരാൻ കഴിയുമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണുന്നു. ഇപ്പോൾ ഹജ്ജിൻ്റെ വേളയിൽ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പ്രതികരിക്കാനുള്ളത്? ഇസ്ലാമിൽ ഒരു പ്രത്യേകമായ ഇബാദത്ത് സ്ഥിരപ്പെടണമെങ്കിൽ, പ്രത്യേകമായ പുണ്യകർമ്മം ഉണ്ടാകണമെങ്കിൽ അത് പ്രമാണങ്ങളുടെ പിൻബലം അനിവാര്യമാണ്. ഇന്ന സമയത്ത് ഇന്ന ആയത്ത് ഓതുക, ഇന്ന സമയത്ത് ഇന്ന ദിക്ർ ചൊല്ലുക, ഇത്ര പ്രാവശ്യം ചൊല്ലുക എന്നൊക്കെ നിശ്ചയിക്കാനുള്ള അധികാരം ഇബാദത്തിൻ്റെ വിഷയങ്ങളിൽ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും മാത്രമാണ്. റസൂൽ തന്നെ അള്ളാഹുവിൻ്റെ വഹ്യ് പ്രകാരമാണ് അത് നിശ്ചയിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നേരം പുലരുമ്പോൾ, വൈകുന്നേരമാകുമ്പോൾ, അതുപോലെ ഓരോ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, ചിലത് 1 പ്രാവശ്യം, ചിലത് 3 പ്രാവശ്യം, ചിലത് 7 പ്രാവശ്യം, ചിലത് 10 പ്രാവശ്യം, 33 പ്രാവശ്യം, 100 പ്രാവശ്യം ഒക്കെയുള്ള എണ്ണങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകമായ സ്ഥലങ്ങളിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹു തആല നിശ്ചയിക്കുകയും അവൻ്റെ വഹ്യ് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കത് പഠിപ്പിച്ചു തരികയുമാണ് ചെയ്യുന്നത്. അതിലൊന്നും യഥാർത്ഥത്തിൽ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ ഈ ഒരു ആയത്ത് ഓതണം എന്ന് നമ്മളൊന്നും അന്വേഷിച്ചിടത്തോളം എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത് നബിതങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഒരു ആയത്താണ്. നബിതങ്ങൾ മക്കയിൽ നിന്ന് അവർ പുറത്താക്കി, നബിക്ക് ഹിജ്റ പോകേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ നബിയുടെ യാത്രാ മധ്യയാണ് ഈ ആയത്തിറങ്ങുന്നത്. അത് നബിക്കുള്ള സമാധാനിപ്പിക്കുകയായിരുന്നു. അതാണ് ഇന്നലെ ഫറളലേക്ക് ഖുർആൻ റാദുക, നബി നിങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ച ആ അല്ലാഹു തആല നിങ്ങളെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ആയത്തിൽ ഒരു തഫ്സീർ പ്രകാരം ഇലാ മക്ക എന്നാണ്. നിങ്ങളെ മക്കയിലേക്ക് തന്നെ അള്ളാഹു നിങ്ങളെ കൊണ്ടുവരും. നബിക്കത് വലിയ ഒരു ആശ്വാസം നൽകിയ വചനമായിരുന്നു ആ സമയത്ത്. അതല്ല പാലിച്ചു. പിന്നീട് മക്ക ഫത്ഹായി നബികൾ തിരിച്ച് മക്കയിൽ തന്നെ വരികയും ചെയ്തു. മറ്റൊന്ന് അവിടെ സ്വർഗത്തിലേക്കുള്ള മടക്കത്തെ പറ്റിയാണ് എന്നാണ് മറ്റൊരു തഫ്സീറുള്ളത്. ഇലാ മആദ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വരാം എന്നുള്ളതാണ് റബ്ബ് അവിടെ നൽകുന്നത്. മൗത്ത് മരണമെന്നാണ്. ദുന്യാവൊക്കെ അവസാനിച്ച് റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങി വരും എന്നതാണ് എന്നൊരു തഫ്സീറുമുണ്ട്. ഏതായാലും നബിതങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നബിക്കൊരു സമാധാനവും ആശ്വാസം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വചനമാണ് ഈ വചനം. അല്ലാതെ ഒരു യാത്ര പോകുമ്പോഴോ മറ്റെന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോഴോ അവിടെ നിന്ന് മോതാനുള്ള ഒരു വചനമായിട്ടത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ സൂഫി അധ്യാപനങ്ങൾ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ യാത്രയുടെ ഒരു സുരക്ഷയ്ക്കുള്ള ഒരു ദിക്റായിക്കൊണ്ട് ഈ ആയത്തിനെ സൂഫികൾ പഴയ കാലത്തൊക്കെ ചിലരും അങ്ങനെ പറഞ്ഞു പോരുകയും അത് പ്രചരിച്ചു വന്ന് കൈമാറി വന്ന് ഇത്തരം ആളുകളൊക്കെ അത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടിരിക്കും അദ്ദേഹം തന്നെ സംസാരത്തിൽ മഹത്തുക്കൾ പലരും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് കാര്യത്തിലും ഒരു സ്ഥലത്തിനോ ഒരു സമയത്തിനോ ഒരു എണ്ണത്തിനോ ഒരു പ്രത്യേക ദിക്റിനോ ഒക്കെ സവിശേഷത കൽപ്പിക്കണമെങ്കിൽ അതിന് ഖുർആനിൻ്റെയോ പ്രവാചക വചനങ്ങളുടെയോ അടിസ്ഥാനം ഉണ്ടാവണം. അതില്ലാത്ത കാലത്തോളം നമുക്ക് അത് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകും, അത് ഇതിന് പരിഹാരമാണ് എന്ന് മതത്തിൻ്റെ പേരിൽ പറയാൻ നമുക്കൊരിക്കലും അധികാരമോ അവകാശമോ ഇല്ല. ഇത്തരം ആളുകൾ പല ഘട്ടത്തിലും പല തരത്തിലും ഇങ്ങനത്തെ കുറേ ആയത്തുകളെയും ഹദീസുകളെയും അവർ തെറ്റായി ഇങ്ങനെ ദുരുപയോഗം ചെയ്ത് നമുക്ക് കാണാൻ കഴിയാറ്. ഇപ്പോൾ മൻസിൽ മഫാസ് പോലെയുള്ള ചില ഏടുകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. ഇത്തരം പല ചങ്ങന്മാർ എന്ന് പറയുന്ന ആളുകളുടെയും ഇങ്ങനത്തെ കുറേ ക്ലാസ്സുകളും സദസ്സുകളും നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. അവിടെയൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് നിശ്ചയിച്ചു കൊടുക്കുക. എന്തു പ്രശ്നത്തിനും ഒരു ആയത്ത് കൊടുക്കുക, ഒരു പ്രത്യേക ദുആ കൊടുക്കുക, എന്തെങ്കിലും ചൊല്ലാൻ പറയുക, അത് ചൊല്ലാൻ. അപ്പോൾ നേരത്തെ ഒന്നാമത്തെ സംസ്ഥാനത്ത് പറഞ്ഞാൽ പാമ്പിന് വരെ ഒഴിവായി കിട്ടാൻ വേണ്ടി ഖുർആൻ ആയത്ത് നിശ്ചയിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ നിശ്ചയിച്ചു കൊടുക്കാൻ ശർഈയായി മതപരമായി ഇബാദത്തിൻ്റെ ഭാഗമായി നമുക്കാർക്കും അധികാരമില്ല, അവകാശമില്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വല്ലാഹു അഅലം. ജസാക്കുമുല്ലാഹു ഖൈർ. ഏതൊരു വിഷയവും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ നമ്മൾ സ്വീകരിക്കണം. അതല്ലാത്ത നമ്മുടേതായ വ്യാഖ്യാനങ്ങളും അല്ലെങ്കിൽ നമ്മളൊരു ആയത്തിനെ നമ്മുടേതായ രൂപത്തിൽ സ്വീകരിച്ച് അതിനെ ഇങ്ങനെ ചെയ്താൽ ഇത്ര പുണ്യം കിട്ടും എന്നൊക്കെ പറയാൽ അത് ബിദ്അത്താണ് എന്നും അത് ദീനിൽ കടത്തിക്കൂട്ടലാണ് എന്നതും നമ്മൾ വ്യക്തമായി സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്.